നമസ്തേ. ഞാൻ സ്കൈപോസിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിരുന്നു. അതിൽ സാധാരണ സ്കൈപോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊറാസിക് റീജിയൻ, ഈ മുതുകുഭാഗത്തുള്ള തൊറാസിക് റീജിയനിൽ 1 to 12 കശേരുക്കളിൽ വരുന്ന കർവാണ്. ഒരു ചെറിയ കർവ്, അത് നോർമൽ വിട്ടുള്ള കർവ് പിന്നെ ഹൈപ്പർ തൊറാസിക് സ്കൈപോസിസ് എന്ന് പറയും. ഇത് സാധാരണ കേരളത്തിലെ കുട്ടികളിൽ 0.33% ആണ് ഉള്ളത്. അത് കൂടുതലും ബാക്കിൽ ലോഡ് എടുക്കുന്ന കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. മുതിർന്നവരിലുണ്ട്. കുറേ ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില സ്ട്രെച്ചുകൾ സ്ഥിരമായി നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്കത് ഏതാണ്ട് ചെറുപ്പത്തിലാണെങ്കിൽ പൂർണ്ണമായി തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്ട്രെച്ചുകളിലേക്ക് പോകാം. ആദ്യം നമുക്ക് യോഗമയത്തിൽ കമന്ന് കിടക്കാം. എന്നിട്ട് നമ്മുടെ കൈകൾ ചെസ്റ്റിനോട് നേരെ പതിപ്പിച്ച് വയ്ക്കുക. ചെസ്റ്റിനോട് ക്ലോസ് ആയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് സാവകാശം കൈകളിൽ വെള്ളം കൊടുത്ത് ഉയരണം. നെഞ്ചുകൾ നല്ല വിരിഞ്ഞ് പിടിക്കാൻ ശ്രമിക്കുക. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. 10 seconds ഇതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്ത ശേഷം ശ്വാസം കളഞ്ഞുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് താഴേക്ക് വരും. ഇങ്ങനെ ഒരു 5 times 10 seconds വെച്ച് നമുക്ക് ചെയ്യാം. അത് ചിലവർക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർ ചെയ്യേണ്ടത് കൈകൾ ഇങ്ങനെ ആം സൈഡ് പതിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പതിപ്പിച്ച് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ഇതെല്ലാവർക്കും തന്നെ കിട്ടും. ഇങ്ങനെ ഡെയിലി ഒരു 10 seconds വെച്ച് 4-5 റൗണ്ട് ഡെയിലി ചെയ്യുക. ഈ പൊസിഷനിൽ കുറച്ച് നേരം നോർമലായിട്ട് ബ്രീത്ത് ചെയ്ത് നിൽക്കാം. ശ്വാസം കളഞ്ഞുകൊണ്ട് താഴേക്ക് വരാം. ഈ 2 സ്ട്രെച്ചുകൾ നിങ്ങൾക്ക് ചെയ്യാം. വെള്ളം കൊടുത്ത് ഉയരണം. നെഞ്ചുകൾ നല്ല വിരിഞ്ഞ് പിടിക്കാൻ ശ്രമിക്കുക. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. 10 seconds ഇതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്ത ശേഷം ശ്വാസം കളഞ്ഞുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് താഴേക്ക് വരും. പിന്നെ ആം സൈഡ് പതിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പതിപ്പിച്ച് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ഇതെല്ലാവർക്കും തന്നെ കിട്ടും. ഇങ്ങനെ ഡെയിലി ഒരു 10 seconds വെച്ച് 4-5 റൗണ്ട് ഡെയിലി ചെയ്യുക. ഈ പൊസിഷനിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് അവരോട് ചെയ്യുവാൻ പറയുക. അപ്പോൾ നമുക്ക് ഈ സ്കൈപോസിനെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. നമസ്തേ.